പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പ്രത്യേക സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണത് ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിച്ചെടുത്തത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തതെന്ന് പറഞ്ഞ ഡോമിനിക്ക് സഹോദരൻ, ഡോമിനിക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിജി, പിന്നെ റൂമിക്ക മകൾ, ഈ മൂവരും കൂടി ആ സാക്ഷ്യം പറയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നുവരെ ആരും പറയാത്ത സാധനമാണ്. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഉടമ്പെടുത്തത്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുടുംബത്തിന് വലിയ കടങ്ങളൊന്നുമില്ല, കുടുംബത്തിന് സ്വസ്ഥവും സമാധാനമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ആ ഒരു കാലത്ത് ലീവിന് വന്നപ്പോൾ ഇവർ ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ഉടമ്പടി എടുക്കണത് എപ്പോഴാണെന്ന് അറിയാമോ? മോശം കാലത്താണ് ഉടമ്പടി എടുക്കുന്നത്. മോശം കാലത്തല്ലേ ഉടമ്പടി എടുക്കണം. എല്ലാവരും ഒരു 99% ആൾക്കാരും മോശം ടൈമിലാവുന്ന ഉടമ്പടി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞത്. അതാ നല്ല കാലത്ത് വന്ന് ഉടമ്പടി. അപ്പം നല്ല കാലം എന്ന് പറയുമ്പോൾ ഈ കാലം ചേഞ്ച് ചെയ്യുമ്പോഴേ, ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു ആശുപത്രി കിടപ്പ് ഉറപ്പാണ്. ഏത്? ഈ ജൂൺ മാസത്തിൽ, പിന്നെ ഇനി ഫെബ്രുവരി മാസത്തിലാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് കൺട്രോൾ പോയിട്ട് ഈ കഫം വന്ന് അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അലർജറ്റിക്കായിട്ട്, തണുപ്പിനോട് അലർജിയാണ്, അലർജറ്റിക്കായിട്ട് നമ്മുടെ ചെസ്റ്റ് ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറച്ച് തുള്ളി പനിച്ച് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇത് എപ്പോഴും തുടങ്ങിയാല കുഞ്ഞുനാളെ പോലുള്ള റെക്കറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാലം മാറുമ്പോൾ ബോഡി നമ്മൾ അറിയിക്കും. ഭയങ്കര സിവിയറാണ് ആ സമയത്ത്. പനിയൊക്കെ 103 വരും. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഇതുപോലെ അത് സീസൺ ചെയ്യും. ഇതുപോലെ ജീവിതത്തിലും ചില സമയത്ത് സീസൺ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സീസൺ ചേഞ്ചിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ പറയുന്ന ഡോമിനിക് എന്ന് പറയുന്ന ആൾ ജീസസ് യൂത്തിലെ ഫുൾ ടൈമറാണ്. ഫുൾ ടൈമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ഇട്ടേക്കുമ്പോൾ ഇപ്പോൾ വലിയ യാത്രയില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരെന്ത് ചെയ്യും? അവർ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഈ ആധ്യാത്മിക ആയിരിക്കുന്നത് അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ ഈ ഷോർട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നല്ലത് 1/2 ലിറ്ററൊക്കെ അടിക്കത്തുള്ളൂ, 1 ലിറ്റർ വല്ല 100 രൂപയൊക്കെ അടിച്ചു വെക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഫിസിക്കൽ ലൈഫ് ഉള്ളെങ്കിൽ ഇതുപോലെ 100 രൂപയൊക്കെ 50 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ പോലെ. ലോങ് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് സാക്ഷ്യം വഹിച്ചുള്ള സാക്ഷി ജീവിതമില്ലേ, അതിനാണ് ലോങ് പോകണമെന്ന് പറയണത്. അങ്ങനെ ലോങ് പോകണവർ ഫുൾ ടാങ്ക് അടിക്കണം. ഈ ഡോമിനിക്ക് ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന പാർട്ടിയാണ്. കാര്യങ്ങളുടെ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറാണ്. അപ്പം അവർക്കറിയാം കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഫുൾ സ്പിരിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സ്പിരിറ്റാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, സ്പിരിറ്റിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനടുത്ത് യോഹന്നാൻ 16:14 ഒരു ഭയങ്കര വചനമാണ് ഈ യോഹന്നാൻ 16:14. വായിച്ചേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ സീസൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, നിങ്ങളോട് പറയും.
അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോൻ്റെ ഉള്ളിലുള്ള ഇത് നമ്മളെ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം എക്സ്പിരിറ്റഡ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അത് കർത്താവ് നമ്മളെ അറിയിക്കും. അതാണല്ലേ കൃപാസനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ ആഘോഷമായിട്ട് വന്ന് പറഞ്ഞത്. അമ്മയെ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ മെസ്സേജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന അതൊരു വേ ഓഫ് ലൈഫായിട്ട് ഇപ്പോഴൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉടമ്പടി ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുതുക്കിയിരിക്കും. ഇന്ന് അശ്വതി നായർ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഇന്നലെ അതായത് അവർ പറഞ്ഞത്, എൻ്റെ കാശ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ വള കൊണ്ടേ പണയം വെച്ചു, ഇനി 35,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്, മാക്സിമം കിട്ടണം 35,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്കൊരു 15,000 രൂപയും കിട്ടുതാന്ന് പറഞ്ഞു. 15,000 രൂപയ്ക്ക് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് അശ്വനായർ പറയേ വള ഇടിപ്പിക്കുന്ന ഒരു ടൈമായി. അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. വള ഇടിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വള എടുക്കണമല്ലേ, അല്ല പിന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് അറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു വള എടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ബന്ധവുമില്ല, ഒരറിവും ഇല്ലാത്ത ചേച്ചി എനിക്ക് 20,000 രൂപ അയച്ചു തന്നു. അപ്പം അശ്വതി സാക്ഷ്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഈ കൃപാസനത്തിൽ വരണത്. എന്താ കാര്യം, അവർ ഇതിൻ്റെ കൂടെ അങ്ങ് മാതാവിൻ്റെ കൂടെ ജീവിക്കുകയോ മാതാവ് അവരുടെ കൂടെ ജീവിക്കുകയോ എന്തൊക്കെയാണ്. ഉടമ്പടിയുടെ ഒരു ലെവലെന്ന് പറയണത് നല്ല ശരിക്കും ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉടമ്പടിയുടെ ഫുൾ ഓപ്ഷനായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഉടമ്പടി ധ്യാനം പോലെ നീട്ടിപ്പറയാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോഴിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ലോങ് പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അതായത് അന്ന് വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള മിനിമം പരിപാടിയായിട്ട് പ്രാർത്ഥന മാറ്റരുത്. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നും പരിശുദ്ധാത്മാവിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സർവസജ്ജമായി ഇരിക്കാനാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മേലെ ഇത് ഡെയിലി ബ്രെഡ് എന്ന വചനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഏതാണ്? വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും എന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോഴും എനിക്ക് പിന്നെയും കിട്ടി വെളിപാടിൽ നിന്നുള്ള ആ വചനം, 10 ദിവസം കൂടി സഹനം ഉണ്ടാവുമെന്ന്. എനിക്ക് ശരിക്കും ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങിയത് ആദ്യം അതൊരു നിബന്ധനയായിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ബൈബിള് വായിക്കുക. അപ്പോൾ ബൈബിള് വായിക്കുകയെന്ന് വെച്ചാൽ ഒരു നിബന്ധന ആയതുകൊണ്ട്. പക്ഷേ ഫെബ്രുവരി 9 തൊട്ട് ആ ബൈബിൾ വചനം 10 ദിവസം കൂടി സഹനമുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ബൈബിള് എന്നെ ഇപ്പോൾ ഒരു, അതായത് പണ്ടൊക്കെ ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ പറയും പോലെ ബൈബിൾ വചനം പെട്ടിയെടുത്തുകൊണ്ട് തുറന്ന് വായിക്കുക. അല്ലെങ്കിൽ ഒരു ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഒരു 3-4 വാക്യം വായിച്ചിട്ട് ഞാൻ പറയും, അതായത് ഞാനാണ് എപ്പോഴും വിക്ടിം, അതായത് ഞാനെപ്പോഴും നന്മ ചെയ്യുന്നവൾ, മറ്റുള്ളവരാണ് എന്നെ ദ്രോഹി എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ബൈബിൾ വായന ഇത്രയും നാളും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് റൂഡായിട്ട് പെരുമാറിയാൽ പോലും ഞാൻ ബൈബിൾ തുറന്നല്ല വായിക്കുന്നത്. ഞാൻ ആ ഓർഡറിൽ വായിച്ചു പോകുമ്പോൾ അതെന്നെ തിരുത്തുവാണ്. നീ ഇന്ന പേഷ്യൻറ്റിനോട് ചെയ്ത് ശരിയായില്ല, അവരെന്നെ ഉറക്കം നിലവിളിച്ചാൽ
ഞാൻ നിന്നെ ശിക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജോലി സ്ഥലത്ത് ഒരു ദിവസം പ്രശ്നമുണ്ടായി, ഞാൻ വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ആ സഹനം എന്നിൽ നിന്ന് മാറ്റിത്തരണേ, 2 സ്റ്റാഫിനെ എനിക്ക് സഹിക്കാൻ പാടില്ല. ഞങ്ങൾ അവിടുത്തെ RNs ആണ്, ചാർജ് നേഴ്സുമാരാണ്. അപ്പോൾ നമ്മുടെ താഴെയുള്ളവരെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ സാധാരണ ഞാൻ ഒത്തിരി കംപ്ലയിൻറ്റ് ചെയ്ത് അവരെ ഫയർ ചെയ്യിപ്പിക്കാൻ നോക്കും. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഒത്തിരി ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൗലോസ്ലീഹയുടെ ലേഖനം, നിൻ്റെ ജീവിതത്തിൽ ഒരു മുള്ള് തന്നിട്ടുണ്ടെങ്കിൽ അത് നീ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എന്നെ ബൈബിള് ഒത്തിരി എല്ലാ ദിവസവും ഒത്തിരി നടത്തുകയാണ്. പിന്നെ കൂദാശ ജീവിതമൊക്കെ എനിക്ക് എല്ലാവരും പറയും പോലെ വർഷത്തിൽ 1 ഈസ്റ്ററിനും ക്രിസ്മസിനും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പിന്നെ ഞങ്ങൾ കാനഡയിലാണ്. പണ്ടൊക്കെ അതിന് സൗകര്യം കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തേ പിന്നെ എന്ത് അത്ഭുതമെന്നറിയില്ല, ഞങ്ങൾക്ക് അതിനൊക്കെ സൗകര്യം കൂടി. പണ്ടൊക്കെ മലയാളം മാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പയും അമ്മയും താമസിക്കുന്ന ഒരു 1.5 മണിക്കൂറുള്ള സ്ഥലത്ത് പോകണമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് മാസത്തിൽ 1 മലയാളം മാസം ഉണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിൽ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോവും. വെള്ളിയും ചൊവ്വയ്ക്ക് അവിടെ കുർബാനയുള്ളൂ, അതിനും പോകും. പിന്നെ കാരുണ്യ പ്രവർത്തികൾ അവിടെ കാനഡയിൽ ആർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളവർ വളരെ കുറവാണ്. എന്നുവെച്ചാൽ പൈസ കൊടുത്ത് അവർ ഡ്രഗ്സൊക്കെ വാങ്ങിക്കുള്ളൂ. ഞാൻ കാരുണ്യ പ്രവർത്തിയിൽ പഠിച്ചത്, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് 5-6 പേഷ്യൻസൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പം ഞാൻ പോയി എൻ്റെ 5 പേഷ്യൻസിൻ്റെ കാര്യം മാത്രം നോക്കും. എനിക്ക് സമയമില്ലെങ്കിൽ എൻ്റെ ബ്രേക്ക് കളഞ്ഞോ അല്ലെങ്കിൽ ഞാൻ ത്യാഗം സഹിച്ചൊന്നും അവരെ ശുശ്രൂഷിക്കാറില്ല. പക്ഷെ ഉടമ്പടി എടുത്തേപ്പനെ ഞാൻ അവരെ ത്യാഗം സഹിച്ച് ശുശ്രൂഷിക്കും. അതുകൂടാതെ മറ്റുള്ള നേഴ്സുമാരുടെ പേഷ്യൻസ് എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ ഷിഫ്റ്റ് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കുറച്ച് ദിവസം ഞാൻ ലീവായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ ഷിഫ്റ്റ് ഞാനൊരു അമ്മച്ചി, അതെൻ്റെ പേഷ്യൻ്റ് അല്ല, അവിടുത്തെ വെള്ളക്കാരാണ്, അവരെ ഞാൻ സഹായിച്ചു. ആ അമ്മച്ചീനെ സഹായിച്ചു, ടോയ്ലറ്റ് ചെയ്യിപ്പിച്ചു. ആ അമ്മച്ചി എന്നോട് പറയാണ്, യുവർ മാം ഷുഡ് ബി ബ്ലസ്ഡ് എന്ന്, അതായത് നിൻ്റെ അമ്മ അനുഗ്രഹിയാണെന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അതെ അമ്മച്ചി, എൻ്റെ സ്വർഗത്തിലുള്ള അമ്മ അനുഗ്രഹിയാണ്. അമ്മച്ചിയിലുള്ള വാക്കുകൾ ഭൂമിയിലുള്ള എൻ്റെ അമ്മയും അനുഗ്രഹിതയാവട്ടെ എന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. അതിനുശേഷം എനിക്ക് കാരുണ്യ പ്രവർത്തികൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ പൈസയല്ല, ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അവർക്കിങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ടോയ്ലറ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് കാപ്പി, അതായത് കുഞ്ഞു ആവശ്യമായിരിക്കും. പാതിരയ്ക്കൊക്കെ ആയിരിക്കും പറയണേ എനിക്ക് കാപ്പി വേണം തരാവോ. അപ്പോൾ കുഞ്ഞു ആവശ്യങ്ങളായിരിക്കും, ഈ ബ്രെഡ് ടോസ്റ്റ് അങ്ങനെ കുഞ്ഞു ആയിരിക്കും. പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ആവശ്യമുള്ളവർക്കും കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ പണ്ട് പഠിച്ച 12 വർഷം മുമ്പ് പഠിച്ച എൻ്റെ നേഴ്സിങ്ങിന് പഠിച്ച എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നമ്പർ ഞാൻ തപ്പിയെടുത്തു. പിന്നെ ഞാൻ അറിയാവുന്ന എൻ്റെ കസിൻസ്, ബന്ധുക്കൾ എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറയാൻ തുടങ്ങി, കൃപാസനത്തെ പറ്റി പറയാൻ തുടങ്ങി, ദിവ്യകാരുണ്യ ഈശോയെ പറ്റി പറയാൻ തുടങ്ങി, ജപമാലേനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ചിലവരോടൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അവർ പറയും, 12 വർഷം കഴിഞ്ഞ് നീ വിളിക്കാണ്, അതിനെന്തോ അത്ഭുതം ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പലരും വന്ന് ഉടമ്പടി എടുത്തു. ചിലർ അവരുടെ വീടുകളിൽ വിളിച്ച് പറഞ്ഞു, അവരുടെ അമ്മമാരെയൊക്കെ വിട്ട് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ കൂടെ +2 പഠിച്ചവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ കസിൻസ്, എൻ്റെ ബന്ധുക്കൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞത് കാരണം തന്നെ അതും എന്നെ മാതാവ് അത്ഭുതപ്പെടുത്തി. ഞാൻ മാതാവിനോട് 1 വർഷമായിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ 2 ആൻറ്റിമാരവിടെ കൊണ്ടുവരാൻ പറ്റണേന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ആൻറ്റീനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, മറ്റേ ആൻറ്റിക്ക് വരാൻ പറ്റിയില്ല. കുറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോൾ മേമ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന്. അപ്പം ഞാൻ മുമ്പിൽ മാതാവിനോട് പറഞ്ഞു, മേമ പിന്നെ വരാമെന്നാണ് പറഞ്ഞേണെന്ന്. പക്ഷേ ഞാനിവിടെ അകത്ത് കയറിയപ്പോൾ മേമയും മോളും എല്ലാവരും ഉടമ്പടി എടുക്കാൻ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അത്ഭുതങ്ങളായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വേറെ ഞാൻ ചെയ്തത്, ഇവിടുന്ന് അതായത് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഇന്ന് രാവിലെ എയർപോർട്ടിൽ വരെ എൻ്റെ കയ്യിൽ കൃപാസന പത്രം ഉണ്ടാവും. അപ്പോൾ മാതാവിനോട് ഞാൻ പറയും, ജോലിക്ക് പോകുമ്പോൾ ഞാൻ പറയും, മാതാവേ ആർക്കാണോ ഇതിൻ്റെ ആവശ്യം മാതാവ് കണ്ടുപിടിച്ച് തന്നെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ അവർക്ക് ഇത് കേട്ടിട്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ വെള്ളക്കാരും നമ്മളെ തൊടത്തില്ല. അപ്പോൾ എൻ്റെ അനുഭവങ്ങളും ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർ പെട്ടെന്ന് ചാടി എന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കും, നമ്മളെ കൈയൊന്ന് തൊടട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് അവർ ഈ പത്രമൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ പത്രം തീർന്നു പോവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറയും,
അതായത് ഞാൻ സാക്ഷ്യങ്ങൾ 21 തീയതി വരെ ഒറ്റണം വിടാതെ കേട്ടില്ല. അപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പറയും, മാതാവേ എൻ്റെ കയ്യിൽ പത്രം തീർന്നു കേട്ടോ, പത്രം വേണം എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ആലപ്പുഴയുള്ള ഒരാൾ, ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, അവർ വെക്കേഷൻ വന്നു, അവർക്ക് മാതാവിൽ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, പറയാറുണ്ട് മാതാവിൽ വിശ്വാസമില്ല, കൃപാസനം ഇല്ലേ എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പത്രം വേണം, 3 കെട്ട് പത്രം. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് 3 കെട്ട് പത്രം വേണം കേട്ടോ, എൻ്റെ പത്രം തീരാറായി. അപ്പോഴാണ് അവർ അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടൊന്ന് പോയി നോക്കാവോ, ഫിഷ് ടാങ്കൊക്കെ നോക്കാവോ. അപ്പോൾ ഞാൻ റോഡ് ചേട്ടൻ മനസ്സോടെ സമ്മതിച്ചു. റോഡ് ചേട്ടൻ അറിയില്ല ഞാൻ പ്രാർത്ഥിച്ചയുടെ കാര്യം. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറ, അവരോട് 3 കെട്ട് പത്രം കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു. അവർ കൊണ്ടുവന്ന് തന്നു, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, എന്തെങ്കിലും വന്നാലോ. പക്ഷേ അവർക്കും ചെറുതായിട്ട് വിശ്വാസമൊക്കെ വന്നു തുടങ്ങി.